പ്രൈസറോ കർത്താവിനെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തെ ചിന്തിക്കുക. ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കും. സദൃശ്യവാക്യം 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി സ്തോത്രം. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുവാൻ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ലോകമെമ്പാടുള്ള സകല ജനത്തോടും പറയുക. ഹല്ലേലൂയ. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാണ് ഹല്ലേലൂയ പുറപ്പെടുന്നതെന്നും. ഹല്ലേലൂയ. ഈ ലോകം പാപത്താൽ നിറയപ്പെട്ട്, പാപം കണ്ട് നിറയപ്പെട്ട് പാപ ജീവിതത്തിലൂടെ ലോകത്തിലുള്ള സകല മനുഷ്യനും കടന്നു പോകുമ്പോൾ മനുഷ്യനെ തന്നെ സ്നേഹിപ്പാൻ കഴിയാത്ത, തമ്മിലടിച്ചും കലഹിച്ചും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചും പ്രതിസന്ധികൾ ഉണ്ടാക്കി ഒരുവിന് വേണ്ടി ഒരുവൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ പാരകളും ചെയ്ത് മനുഷ്യന്റെ സ്നേഹം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുന്നത് സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തോളൂ. എല്ലാത്തിനും നമുക്ക് മറുപടി പറയാൻ പറ്റത്തില്ല, എല്ലാത്തിനോടും നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. ഏതൊരു വിഷയം കേട്ടാലും നാം വളരെ പ്രാർത്ഥനയോടെ വേണം അതിനോട് അല്ലെങ്കിൽ പ്രതികരിക്കുവാൻ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ദൈവത്തോട് പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഇപ്പം ജീവിതാന്ത്യം വരെ നാം കാത്തു സൂക്ഷിക്കേണ്ട ദൈവികമായ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറയപ്പെട്ടത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിനകത്ത് പാപങ്ങൾ വരാതെ സകല ജാഗ്രതയോടും നമ്മുടെ ഹൃദയത്തെ കാക്കണം. നമ്മുടെ അതിർത്തിയിൽ നമ്മുടെ സൈന്യം നമ്മുടെ രാജ്യത്തെ സകല ജാഗ്രതയോടും കൂടെ സൂക്ഷിക്കുന്ന പോലെ നുഴഞ്ഞുകയറ്റക്കാർ കയറിക്കൂടാതെ തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും രാജ്യത്തിനകത്ത് പ്രശ്നം സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടി സകല ജാഗ്രതയോടും കൂടെ നമ്മുടെ അതിർത്തിയിലുള്ള സൈന്യം നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുന്ന പോലെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് പാപത്തിന്റെ സ്വഭാവം കടന്നു വരാതെ, പാപത്തിന്റെ ചിന്തകൾ കടന്നു വരാതെ നമ്മുടെ ഹൃദയത്തെ മലിനമാക്കാതിരിക്കുവാൻ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തെ സകല ജാഗ്രതയോടുകൂടെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. ജീവന്റെ ഉത്ഭവം ആദ്യം തന്നെ ആകുന്നത്. അപ്പൊ ഹൃദയം എന്നത് ഒരു വൈദ്യുതിയുടെ പവർനേഷൻ പോലെ. ഹല്ലേലൂയ. അപ്പം സ്തോത്രം. സ്ഥാപനത്തോട് അല്ലെങ്കിൽ തുടർന്ന് വൈദ്യുതി ഒരു പവർനേഷൻ ചേർന്നാണ് നിൽക്കുന്നത്. വൈദ്യുതി മൂലം വിളക്കുകൾ കത്തുന്നത് പോലെ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടണം. ഹല്ലേലൂയ. അപ്പം വളരെ തൊഴിൽശാലകൾ ഈ വൈദ്യുതി കൊണ്ട് നടക്കുന്നു. ഒരുപാട് വീടുകളിൽ ഈ വൈദ്യുതി ഉപയോഗിക്കുന്നു. വിവിധ മാർഗങ്ങൾക്ക് വേണ്ടി വൈദ്യുതി ഉപയോഗിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും വൈദ്യുതിക്ക് വളരെ പ്രാധാന്യമുള്ളതുപോലെ തന്നെ നമ്മുടെ ഹൃദയവും ഒരു പവർ സ്റ്റേഷൻ പോലെ എല്ലാ കാര്യങ്ങളും നടത്തും നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. എല്ലാ കാര്യങ്ങളിലെയും ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലാണ്. അതുപോലെ മനുഷ്യന്റെ ഹൃദയമാകുന്ന അവന്റെ അകത്തെ ജീവിതത്തിന്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം മലിനമായി കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തോട് ചേരാൻ കഴിയത്തില്ല. ഹൃദയത്തെ മലിനമാക്കാൻ സാത്താൻ പല തന്ത്രങ്ങളുമായി കടന്നുവരും. ഹൃദയത്തെ പാപത്തിലേക്ക് വലിച്ചിഴച്ച് നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തി പാപത്തിന്റെ വശീകരണത്തിലേക്ക് തള്ളിയിടാൻ സാത്താൻ പലവിധമായ പദ്ധതികളുമായി കടന്നു വരുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, സഹോദരി, നീ ആ പാപച്ചിന്തയിലേക്ക് പോകാതെ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ നീ കാക്കണം. ഇപ്പൊ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ആലോചനകളും പല പല ആശയങ്ങളും എല്ലാം പുറപ്പെട്ടു വരുന്നത് ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ നിന്ന് വരുന്ന വെളിപ്പെടുന്ന കൽപ്പനയാണ്, ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന കൽപ്പനയാണ് ശരീരം അനുസരിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ കൽപ്പിക്കുന്ന കൽപ്പനകളാണ് നിങ്ങളുടെ ശരീരം അനുസരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് പാപത്തിന്റെ ചിന്തകൾ കടന്നു വരാതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിന്റെ അനുഭവമുള്ള രക്തം കൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കൾ എപ്പോഴും ആത്മാവിൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തെ കാത്തുകൊണ്ട് ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിന് വേണ്ടി ഞാനും നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കണം. രക്തം ചെയ്യും.
അനവധി ദുരുപദേശ പഠിപ്പിക്കലുകളും പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ വ്യാജ പ്രവചനങ്ങളും വ്യാജാത്മാക്കളും എഴുന്നേറ്റ് ഏത് മനുഷ്യനെയും പാപത്തിലേക്ക് തള്ളിയിട്ട് ആ മനുഷ്യന്റെ ഹൃദയത്തെ പാപത്തിൽ തള്ളിയിടാൻ പല ഉപദേശങ്ങളും ഇന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. സ്വതം അതിന്റെ നിലയിൽ നീ വീടരുത് കേട്ടോ. അതുകൊണ്ട് ആ കർത്താവ് പറയുന്നത് സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാക്കണം. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കൽപ്പനകളാണ് ശരീരം പ്രാവർത്തിയമാക്കുന്നത്. എന്താണ് ഹൃദയത്തിൽ നിന്ന് വരുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ താഴോട്ട് വായിക്കും. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അശുദ്ധി നിറഞ്ഞ ഹൃദയത്തെ കുറിച്ച് അവിടെ പറയുന്നേ എന്താ? പിന്നെ അവൻ പുരുഷാരത്തെ അരികെ വിളിച്ച് അവരോട്, എല്ലാവരും കേട്ട് ഗ്രഹിച്ചുകൊള്ളുവിൻ. പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ല. അവരിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പം പുറമേന്ന് വരുന്നതൊന്നും അല്ല നമ്മുടെ ഹൃദയത്തെ അശുദ്ധമാക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ പുറപ്പെടുന്ന കൽപ്പനകളാണ് നമ്മെ മുഴുവൻ പാപത്തിലേക്ക് തള്ളിയിടുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അവൻ പുരുഷാരത്തെ വിട്ട് വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാർ ആ ഉപമയെക്കുറിച്ച് അവരോട് ചോദിച്ചു. അവൻ അവരോട്, ഇങ്ങനെ നിങ്ങളും ബോധമില്ലാത്തവരോ പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും, ഹല്ലേലൂയ, എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്ത് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്നില്ലയോ എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിക്കുക. പ്രൈസറോ. വീണ്ടും നമ്മളോട് വായിക്കും കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, അവിടെ ഹല്ലേലൂയ, അവന്റെ ഹൃദയത്തിൽ അല്ല വയറ്റിൽ എത്ര ചെല്ലുന്നത്, പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു. ഇങ്ങനെ സകല ഭോജ്യങ്ങൾക്കും ശുദ്ധി വരുന്നു എന്ന് പറഞ്ഞു. അപ്പം പുറമേന്ന് വരുന്നതെല്ലാം നമ്മുടെ അകത്ത് ചെന്നിട്ട് പിന്നെ അത് മറപ്പുരയിലേക്ക് പോയി നമ്മുടെ അല്ലെങ്കിൽ വയറിനെ ശുദ്ധീകരിക്കും. പ്രൈസറോ. എന്നാൽ മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അകത്തു നിന്നാണ്. മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അകത്ത്, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തു നിന്നാണ്. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങളെല്ലാം അകത്തുനിന്ന് പുറപ്പെടുന്നു, മനുഷ്യനെ അശുദ്ധമാക്കുന്നു എന്ന് അവൻ പറഞ്ഞു. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന അശുദ്ധമായതിനെയാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന സകല അശുദ്ധമായതിനെ നമ്മൾ നീക്കിക്കളഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. നമ്മൾ കർത്താവായ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാപത്തിന്റെ വശീകരണത്തിലേക്ക് പോകരുത്. മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്ക് കടന്നു വരാം. ഒരുപാട് പ്രലോഭനങ്ങൾ നമുക്ക് കടന്നു വരാം. അങ്ങനെയുള്ള പ്രലോഭനങ്ങൾക്കകത്തും നമ്മൾ വീഴാതെ പാപത്തിന്റെ ആ ചിന്തകളെ നമ്മുടെ ഉള്ളിൽ നീക്കിക്കളയണം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പാപത്തിന്റെ ചിന്തകൾ കൽപ്പിക്കരുത്. ഹൃദയത്തിൽ നിന്ന് പാപത്തിന്റെ ചിന്തകൾ കൽപ്പിക്കുമ്പോഴാണ് അത് നിങ്ങളുടെ ശരീരം പ്രാവർത്തികമാക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് അനവധി ആളുകൾ ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ വീണ്ടിരിക്കുക. യേശു ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല, വീണ്ടെടുപ്പിന്റെ അനുഭവമില്ല, നിത്യതയെക്കുറിച്ച് അവർക്ക് യാതൊരു ബോധ്യമില്ല, വിശുദ്ധ ജീവിതം എന്താണെന്നറിയില്ല. എല്ലാവരും ഒരുവിധം ഒരു വല്ലാത്ത അനുഭവത്തിൽ കടന്നു പോവുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരാൻ സമയമായി. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദുഷ്ട ചിന്തകളെ മുഴുവൻ നീക്കിക്കളഞ്ഞിട്ട് ആത്മാവിന്റെ ഫലം നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുവിക്കണം. പ്രൈസറോ. ആത്മാവിന്റെ ഫലം നിന്റെ ഹൃദയത്തിൽ പുറപ്പെടുമ്പോഴാണ് നിന്റെ ഭവനത്തിൽ സമാധാനം ഉണ്ടാകുന്നത്. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഭാര്യയോട്, ഭർത്താവോട്, മക്കളോട്, മാതാപിതാക്കളോട്, അമ്മായിയമ്മയോട്, മരുമകളോട് സന്തോഷത്തോടു കൂടി സംസാരിക്കാൻ പറ്റും. ആത്മാവിന്റെ ഫലം നിന്റെ ഉള്ളിലില്ല എങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന ദുഷ്ടചിന്തകൾ മുഴുവൻ നിന്റെ കുടുംബത്തെ തകർക്കും. അല്ലേടി. കഴിഞ്ഞ കാലങ്ങളിൽ എത്ര കുടുംബങ്ങളാണ് തകർന്ന് ചിഹ്നഭിന്നമായി അല്ലേടിയ ആത്മഹത്യ ചെയ്തത്? എന്തുകൊണ്ടാണ്? ദൈവത്താൽ അവരുടെ ഹൃദയം ശുദ്ധീകരിപ്പിക്കപ്പെടാതെ പാപത്തിന്റെ വശീകരണത്തിലേക്ക് പോയതുകൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടുപോയി, സ്വസ്ഥത നഷ്ടപ്പെട്ടുപോയി. ഇത് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, നാം ശുദ്ധീകരിക്കപ്പെട്ടാൽ, നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കിയാൽ, സകല ജാഗ്രതയോടുകൂടി നമ്മുടെ ഹൃദയത്തെ കാത്താൽ നിന്റെ എല്ലാ കഷ്ടങ്ങളെ ദൈവം മാറ്റിത്തരും. പ്രൈസലോ. എല്ലാവരും പറഞ്ഞു, എനിക്ക് മാത്രമേ ഗതി, മറ്റാർക്കും ഇല്ലല്ലോ, ഞാൻ മാത്രം ഈ ശോധന കടന്നു പോകുന്നു, എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എന്റെ യാചന ദൈവം കേൾക്കുന്നില്ല, എന്നെ ദൈവം കാണുന്നില്ല. അങ്ങനെ പറഞ്ഞ് വിലപിക്കുന്ന അനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നെ കേൾക്കുന്ന ശ്രോതാവേ പറയട്ടെ, നിന്നെ അറിയാത്തവനല്ല ദൈവം,
നിന്നെ കാണാത്തവനല്ല ദൈവം, നിന്നെ കേൾക്കാത്തവനല്ല ദൈവം. സദാസമയം നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് യേശു. പക്ഷെ നിന്റെ ഹൃദയത്തെ നീ കാക്കണം. എവിടെയൊക്കെയോ അശുദ്ധി നിന്റെ ജീവിതത്തിലുണ്ട്, എവിടെയൊക്കെയോ പാപത്തിന്റെ ചിന്തകളുണ്ട്, എവിടെയൊക്കെയോ വൈരാഗ്യം, കോപം, ശാഠ്യം, ദന്തപക്ഷം, ഭിന്നത, അസൂയൊക്കെ നിന്റെ ഹൃദയത്തിനകത്തുണ്ട്. അവയെല്ലാം നീ നീക്കിക്കളഞ്ഞിട്ട് നീ നിന്റെ ജീവിതത്തെ, നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണം. ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യഭിചാര ചിന്തകൾ മനുഷ്യന്റെ പാപത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുക. എവിടെ നോക്കിയാലും വ്യഭിചാരത്തിന്റെ ആത്മാവ് വ്യാപരിച്ചിരിക്കുന്നു. ഭവനത്തിനകത്തും കുട്ടികൾക്കകത്തും ദൈവസഭയ്ക്കകത്തും ഒക്കെ ഈ വ്യഭിചാരാത്മാവ് പ്രവേശിച്ചതാണ്. ദൈവമക്കളുടെ വിശുദ്ധി പോലും നഷ്ടപ്പെടുത്തി കളയുന്നു. ഹല്ലേലൂയ. അതിനുള്ളതാണ് ഈ ലോകമെന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ പ്രലോഭനം ഈ ലോകത്തിലേക്ക് നാം കണ്ടുപിടിക്കുമ്പോൾ ഏത് മനുഷ്യനെ പാപത്തിലേക്ക് വീഴിക്കുന്ന കാഴ്ചകളാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് വേണ്ടി നീ അതിന്റെ പിന്നാലെ പോകരുത്. യോബ് ചെയ്ത ഒരു കണ്ണുകൊണ്ട് നീ ഒരു നിയമം ചെയ്യണം. ഹല്ലേലൂയ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്റെ സകല കഷ്ടതകളും മാറ്റാൻ വിശ്വസ്തനാണ്. നീ പാപത്തിൽ വസിച്ച് പാപജീവിതം നയിച്ചാൽ നീ നിന്റെ കുടുംബം ശാപത്തിലേക്ക് പോകും. അതിനെ രോഗത്തിലേക്ക് നയിക്കും. അത് നിനക്ക് അവസാനം മരണമായി മാറും. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, ശ്രോതാവി, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. താങ്കൾക്ക് ഇനി അധികകാലം ജീവിതമില്ല. അധികകാലം താങ്കൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഒരുപക്ഷെ അടുത്തൊരു നിമിഷം നിങ്ങൾക്ക് മരണം സംഭവിക്കാം. അടുത്തൊരു നിമിഷം നിങ്ങൾക്ക് മരണം സംഭവിച്ചാൽ നിന്റെ നിത്യത എവിടെ ആയിരിക്കും? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പാപത്തിൻ്റെ കൊടുക്കാതെ ഹൃദയത്തെ സകല ജാഗ്രതയോട് കാത്തു സൂക്ഷിച്ച് യേശു ക്രിസ്തുവിനോട് ചേർന്ന് പറ്റിയിരിക്കുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് ജീവിച്ചു പോകരുത്. എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളെ ദൈവം വിളിച്ചത്. ലോകം ചെയ്യുന്നതൊന്നും ചെയ്യുവാൻ ദൈവം നമ്മോട് പറയുന്നില്ല. നമുക്ക് ദൈവം കൽപ്പനകൾ തന്നിട്ടുണ്ട്, പ്രമാണം തന്നിട്ടുണ്ട്. പ്രമാണത്തിൽ നീ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. വിശദമായി നമ്മുടെ ഹൃദയത്തെ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ഹൃദയത്തെ, അകത്തെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മുടെ ഭവനം, ഹൃദയമാകുന്ന ഭവനം. നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷകനായും കർത്താവായും നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, നിങ്ങളാകുന്ന ഹൃദയമാകുന്ന ഭവനത്തിനകത്ത് യേശു മാത്രം വസിക്കണം. നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില ഡോക്ടർമാരൊക്കെ പറയും, നമ്മുടെ രോഗനിർണയം പറയുമ്പോൾ വിശദമായൊരു പരിശോധന നടത്തണം. അവർ ഒരുപാട് ടെസ്റ്റുകൾ, ഒരുപാട് സ്കാനിങ് ഒക്കെ പറഞ്ഞു തരും. നമ്മൾ ആ ടെസ്റ്റുകളും സ്കാനിങ്ങും എല്ലാം നടത്തി നമ്മുടെ രോഗനിർണയം അവർ വിലയിരുത്തുന്നത് പോലെ എന്നെ കേൾക്കുന്ന മാതാപിത, നിന്റെ ഹൃദയത്തെ നീ ശോധന ചെയ്യണം. നിന്നെ തന്നെ നീ ഒന്ന് സ്കാൻ ചെയ്തെടുക്കണം. നിന്നെ തന്നെ സ്കാൻ ചെയ്തെടുക്കുമ്പോൾ ജഡത്തിന്റെ പ്രവർത്തികൾ നിന്റെ ഉള്ളിൽ വരികയില്ല. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നീ ശുദ്ധീകരിക്കപ്പെട്ടവനാണോ? കുഞ്ഞാടിന്റെ രക്തത്താൽ നീ കഴുകപ്പെട്ടവനാണോ? ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ മുഴുവൻ പ്രവചനത്തിന്റെ പിന്നാലെ പോവുകയാണ്. എനിക്കും വേണേ അങ്ങനെ ശക്തമായ ദൂതൊക്കെ പറയാതെ ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാറുണ്ട്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എനിക്ക് നിങ്ങളെയൊക്കെ പരിചയമുണ്ട്. കുറെ പേരെയൊക്കെ പരിചയമുള്ള ആളുകളുടെ ദേശത്ത് നിങ്ങളെക്കുറിച്ച് ശരിയായിട്ട് പഠിച്ചിട്ട് നിങ്ങളെ എല്ലാം സഭയിലേക്ക് വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങളോട് ശക്തമായി പ്രവചിക്കാൻ പറ്റും. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ സഭയിൽ വരുന്ന ആളുകളോട് ചോദിച്ചിട്ട് ശുശ്രൂഷയിൽ പറയാൻ പറ്റും. ഇന്നത്തെ 90% പ്രവചനം അങ്ങനെയാണ്. 90% പ്രവചനം എന്ന് പറഞ്ഞാൽ മുന്നമേൽ നിങ്ങളെക്കുറിച്ച് മുഴുവൻ അവർ പഠിക്കും. നിങ്ങളുടെ സഹവിശ്വാസികൾ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് അവർ പ്രത്യേക ദൂതന്മാരെ അയക്കും. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ജീവിതം, നിങ്ങൾ കടന്നു പോകുന്ന മേഖലയെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് അവർ പ്രവചിക്കും. നിങ്ങളോർക്കും ശരിയായിരിക്കുന്നു. ഒരുപാട് പ്രവാചകന്മാരെ സോഷ്യൽ മീഡിയ കാണിച്ചു തരാം. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാകരുത് നീ ജീവിക്കുന്നത്. പ്രവചനം കേൾക്കാൻ വേണ്ടി അല്ല നീ ജീവിക്കുന്നത്. പ്രവചനം കേൾക്കാൻ വേണ്ടിയായിരുന്നു നീ പഴയ സ്ഥാനത്ത് നിന്ന പോരായിരുന്നു. അല്ലെങ്കിൽ പഴയതുപോലെ നീ ജീവിച്ചപ്പോഴേ പ്രവചനം മാത്രം കേട്ട് ജീവിക്കാനാണ്. ചിലർക്ക് പ്രവചനം കേട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. ചിലരിക്കും പാസ്റ്റർ വല്ലതും കണ്ടോ, പാസ്റ്റർക്ക് വല്ലതും തോന്നുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഒരുപാട് പേരോട് ചോദിക്കണം, പാസ്റ്റർക്ക് വല്ലതും തോന്നുന്നുണ്ടോ, പാസ്റ്റർ വല്ലതും കണ്ടോ? കാരണം അവരതിന്റെ പുറകെ അവരെ നയിക്കുന്ന ഒരു പ്രവാചകനുണ്ട്. അവർ കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ അനുയുഗ കുടുംബങ്ങളെ തകർക്കുന്നത്. പ്രവചനം നല്ലതാണ്, പ്രവചനം തുച്ഛീകരിക്കരുത്. പക്ഷെ പ്രവാചകന്റെ ആത്മാവ് ദൈവത്തിൽ നിന്നുണ്ടാകണം. ഇതൊരു പണത്തിന് വേണ്ടിയിട്ടല്ല ശുശ്രൂഷ ചെയ്യുന്നത്.
നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന പൈസ എന്റെ പോക്കറ്റിൽ കൊണ്ടുവരുവാൻ, നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ കറക്കിയടിച്ച് നിങ്ങളെ ആമേലരിയെ ഭയപ്പെടുത്തുവാനല്ല ദൈവം എന്റെ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത്. സകല ജാഗ്രതയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളുവാൻ, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ജഡത്തിന്റെ പ്രവർത്തികളെ നീക്കി നിങ്ങളെ ആത്മാവിൽ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്റെ ശുശ്രൂഷ ഏൽപ്പിച്ചത്. ഹല്ലേലൂയ. അങ്ങനെ ഒരുപാട് ദൂതുകൾ നമുക്ക് പറയാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് നീ പാപത്തിൽ വീഴരുത്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പാസ്റ്റേ, ഒരു പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, വീടിന് മുഴുവൻ ദോഷമാണ്, മക്കൾക്ക് മുഴുവൻ ദോഷമാണ്, വീടിന് എന്തോ ആഭിചാരമുണ്ട്, മന്ത്രവാദമുണ്ട്, കൂടോത്രമുണ്ട്, എന്തോ ക്ഷുദ്രം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ വീടിന്റെ മൂലയ്ക്ക് എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. പുള്ളി വ്യക്തമായിട്ടാണ് പറയുന്നേ. പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞ് ആ മനുഷ്യനെ ഭയപ്പെടുത്തുകയാണ്, ആ കുടുംബത്തെ ഭയപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ ആ കുടുംബം കേൾക്കുമ്പോഴത്തേന് എന്ത് ചെയ്യും? ഭയപ്പെട്ടു പോകും. പ്രൈസറോ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയശ്രോത, വ്യാജ പ്രവചനം കേൾക്കുമ്പോൾ സകല ജാഗ്രതയോടും കൂടെ അതിന്റെ ഹൃദയത്തെ സൂക്ഷിക്കണം കേട്ടോ. കള്ളപ്രവാചകന്മാർ ഏറെ പെരുകിയിരിക്കുന്നു, ഏറെ വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ പാപത്തിലേക്ക് വീഴരുത്. അങ്ങനെ നിന്റെ കുടുംബത്തിന് ചൈത്യദോഷമുണ്ട്, വരുത്തുപോക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് നിന്റെ കുടുംബത്തിന്റെ മൂലയ്ക്ക് തകരുണ്ടെന്ന് പറഞ്ഞ ദൈവദാസൻ എടുക്കാം. ആ ദൈവദാസനത് വെളിപ്പെടുത്ത ദൈവം കൊടുത്തെങ്കിൽ, ഹല്ലേലൂയ, ആ നിങ്ങളുടെ വീടിന്റെ മൂലയ്ക്ക് തകടിയിരിക്കുന്നുവെന്ന്, ഹല്ലേലൂയ, ഏരസിരിക്കുന്നുവെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ വെളിപ്പെട്ട് കിട്ടിയവനത് വന്നെടുത്തു തരണം, പ്രതിഫലം കൂടാതെ. അതിന് ഇന്ന് വരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല, ഇന്ന് വരെ ആർക്കും കഴിയില്ല. പിന്നെ വ്യാജ പ്രവചനം പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തും, നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യും. അവർക്ക് പണം മാത്രമാണ്, അവരുടെ ദൈവം വയറാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, വ്യാജ പ്രവചനത്തിന് നീ വിട്ടുപോകരുത്. അപ്പൊ പ്രവാചകന്റെ ആത്മാവ് പ്രവചനം അല്ലേ, ഇപ്പം ദൈവത്തിൽ നിന്ന് വരുന്ന ആമോസിലൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ദൈവം ശക്തമായി പ്രവാചകന്മാരെ എഴുതിപ്പിച്ചിട്ടുണ്ട്. ദൈവം അല്ലെ എഫെസ്യലേഖനം 4:11 വായിക്കും കാണുന്നത്. ദൈവം ചിലരെ അപ്പോസ്തലന്മാരെയും ചില പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ആമി ഉപദേശകന്മാരെയും ഇടയന്മാരെയും 5 വിധ ശുശ്രൂഷ ദൈവസഭയ്ക്ക് തന്നിട്ടുണ്ട്. പ്രവചനമൊക്കെ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്, അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്, പീലിപ്പോസ് തുടങ്ങിയ സ്തേഫാനോസ് അടങ്ങിയ ആമി ഒരു കുടുംബങ്ങളും അവരുടെ ശുശ്രൂഷയുടെ സമയത്ത് ഒരു വീടിന്റെ മൂലയിൽ നിന്ന് തകിടെടുത്തിട്ടില്ല, ഒരു വീടിന്റെ മൂലയിൽ നിന്ന് ഏലസെടുത്തിട്ടില്ല, ഒരു വിശ്വാസിനെ ഭയപ്പെടുത്തില്ല. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി വായിച്ചു നോക്ക്, എവിടെയെങ്കിലും അങ്ങനെ അപ്പോസ്തലന്മാർ ചെയ്തിട്ടുണ്ടോ? അപ്പൊ അപ്പോസ്തോലികന്മാർ ചെയ്യാത്തതും ആദിമസഭ ചെയ്യാത്തതും അനവധി ശുശ്രൂഷകൾ വെളിപ്പെടുന്നു. ഹല്ലേലൂയ. രക്തം ചെയ്യും. നിങ്ങൾ എന്തെല്ലാം വിമർശിച്ചാലും ഞാനതിന് തെളിവ് തരാം. ഞാനിവിടെ അനവധി ദൈവദാസന്മാരെ വിളിച്ച് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അനവധി ദൈവദാസന്മാരെ വന്നവരെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വലിയൊരു ചീത്തദോഷമുണ്ട്, ചില അമ്മി ബന്ധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ബന്ധനമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അതഴിക്കണം, ചൈത്യദോഷം ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റിത്തരണം. അല്ലെ പാസ്റ്റർ പ്രാർത്ഥിക്കുക, അത് ഇവര് പറയണോ? അത് അവര് പറയണ്ട, അത് പ്രാർത്ഥിക്കുക എനിക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സകല ജാഗ്രതയോടും കൂടി അവരുടെ ഹൃദയത്തെ കാത്തുകൊണ്ട് ജീവന്റെ ഉത്ഭവം അല്ലെങ്കിൽ അതിൽ നിന്നല്ലോ ആകുന്നത് നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മളെ ഒരു സാത്താൻ, ഒരു ആഭിചാര മന്ത്രവാദ കൂടുതൽ സൂത്രത്തിന് നമ്മെ തകർക്കാൻ കഴിയുന്നില്ല. നിന്റെ ഭവനത്തിന്റെ മൂലയിലോ നടയിലോ നിന്റെ ഭവനത്തിന്റെ പരിസരത്തോ തകട് കൊണ്ടിട്ടാൽ നീ പ്രാർത്ഥിച്ച ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് കരിഞ്ഞ് തരിപ്പണമായി മാറും. അത് എവിടെ നിന്ന് വന്നു അങ്ങോട്ട് പോവാ കുടുംബത്തിനകത്ത് ചെന്ന് കയറും. അതുകൊണ്ട് നമ്മൾ സംഖ്യാപുസ്തകം വായിക്കുന്ന ആ വിചാരം യാക്കോബിന് ഭരിക്കുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേൽ ഭരിക്കുമില്ല. അപ്പം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ആ വിചാരം ഒരിക്കലും ഭരിക്കത്തില്ല, ലക്ഷണവിദ്യ ഇസ്രായേൽ ഭരിക്കത്തില്ല. പിന്നെ ഇവിടുന്ന് ഈ പ്രവചനം വന്നത്, ആദിമസഭ ചെയ്യാത്ത അനവധി പ്രവചനങ്ങൾ ഈ നാളുകൾ കൊണ്ട് നടക്കുക. അതിനു വേണ്ടി പോയി തലവെച്ചു കൊടുക്കുവാൻ അനവധി സഹോദരിമാരുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളെപ്പോലെ വ്യാജ പ്രവചനം കേൾക്കുവാൻ, വ്യാജ ഉപദേശം കേൾക്കാൻ ഏതെങ്കിലും ദൈവദാസന്മാരോ ആമി വിശ്വാസികളായിരിക്കുന്ന ആളുകളോ ചെല്ലുന്നുണ്ടോ? ഇല്ല. കാരണം അവർക്കറിയാം, ഹല്ലേലൂയ, അവർ വീണ്ടെടുക്കപ്പെട്ടതാണെന്ന് അവർക്കറിയാം, അവർ മാനസാന്തരപ്പെട്ടതാണെന്ന് അറിയാം, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സകല ജാഗ്രതയോടും കൂടി അവരവരുടെ ഹൃദയത്തെ കാക്കുന്നതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് പുരുഷന്മാർ ഒരിക്കലും ഇങ്ങനെയുള്ള വ്യാജത്തിന് മുമ്പിൽ തലയായിരിക്കുന്നില്ല. പിന്നെ വശീകരിക്കുന്ന ആരെയാ? പാവപ്പെട്ട സഹോദരിമാർ അതിനുവേണ്ടി അങ്ങ് പോവാ. എന്ത് കേട്ടാലും അന്ന് കേട്ടിട്ട് വിവേചിക്കാതെ, അത് കേട്ടിട്ടൊന്ന് മനസ്സിലാക്കാതെ, എന്ത് അന്യഭാഷ, എന്ത് കയ്യടിയാ, എന്തെല്ലാം ഗ്ലോറിയാ പറയുന്നേ. യോഗമൊക്കെ കഴിയുമ്പോൾ സ്വാമി മീറ്റിംഗ് എടുത്ത പാസ്റ്റർ ചോദിക്കും, പാസ്റ്റർ എന്താ ദൈവദാസൻ പറഞ്ഞു? ഇവിടെ 100 അനുഭവം.
പ്രവചനം കേട്ട് പ്രവചനമൊക്കെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് ആ പ്രവാചകനെ നമ്മൾ പറഞ്ഞു വിട്ട് കഴിയുമ്പം വിശ്വാസം വന്നിരിക്കും, പാസ്റ്റർ എന്താ ഞങ്ങളോട് പറഞ്ഞത്? പിന്നെ നീ എന്താ കേട്ടത്? ഹല്ലേലൂയ. നീ കേട്ടത് നീ കേൾക്കാനും കേട്ട കാര്യത്തെക്കുറിച്ച് വിവേചിക്കാനും കഴിയാതെ നീ ചുമ്മാ ഓടിയിട്ട് ഒച്ചയുണ്ടാക്കി നിന്റെ ഹൃദയത്തെ ജാഗ്രതയോടെ കാത്തില്ല. അതുകൊണ്ട് നീ ഭയപ്പെട്ടു പോയി. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞാനൊരിക്കൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു സഹോദരിക്ക് ഭൂതകളായി. അല്ലേ, അവര് അനവധി ദൈവദാസന്മാരിലേക്ക് പോയി, ആരും സൗഖ്യം കൊടുത്തില്ല. ഇവിടെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന വീട്ടിൽ മീറ്റിംഗ് നടക്കുക. ഞാനൊരു ഭാര്യയും എന്റെ കുട്ടിയുണ്ട്. അല്ലെങ്കിൽ അന്നൊരു ദൈവദാസൻ വന്ന ഭൂതത്തെ ഇളക്കാൻ നോക്കി. അവസാനം ആ ദൈവദാസനെ പരാജയപ്പെടാൻ നോക്കി അവരുടെ ഉള്ളിലുള്ള ദുരാത്മാവ്. ഞാൻ ആ ദൈവദാസൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ അതിലേക്ക് ഭയപ്പെടണ്ട, അതിലേക്ക് തുടരണ്ട. പിറ്റേ ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഞാനും എന്റെ ഭാര്യയും എന്റെ കുട്ടിയും കൂടെ ആ വീട്ടിൽ ചെന്നു. ഞങ്ങളൊരു 4 മണിക്ക് അവിടെ ചെന്നു. 4 മണി തൊട്ട് 7 മണി വരെ ദൈവവചനം മാത്രം പറഞ്ഞു. വേറെ ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ അതല്ല, കുന്നായ്മയാണ് പറയുന്നത്, പാരവെക്കുക. ഞങ്ങൾ 4 മണി തൊട്ട് 7 മണി വരെ ദൈവവചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക എന്ന് പറഞ്ഞ് ഭൂതമുള്ള സഹോദരിയും വിളിച്ച് അവരുടെ ആങ്ങളെയും വിളിച്ച് അവരുടെ മകനെയും മകളെയും വിളിച്ച് അമ്മയും വിളിച്ചു. പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ഈ സഹോദരി അങ്ങ് ഇളകി. ഭയങ്കര പ്രശ്നമായി, ഭയങ്കര വെല്ലുവിളിയായി. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ നീക്കി തന്നിട്ടേ പോവുള്ളൂ. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ നീക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഇനി നിന്റെ മേൽ അത് കയറത്തില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ചില സമയം കഴിഞ്ഞപ്പോൾ ആ സഹോദരി നിലത്തോട്ട് നെടുമ്പാട് വീഴുന്നവരങ്ങ് വീണു. അവർക്കെല്ലാം പേടിയാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, കുഴപ്പമില്ല, ഇതെല്ലാം സ്വതന്ത്രമായെന്ന് പറഞ്ഞു. അതെ, സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് വചനം പറഞ്ഞു കൊടുത്തു. ഇതുവരെ അവരെ ബന്ധിച്ചിരുന്ന ആ ബന്ധനത്തെ ആ പ്രാർത്ഥന കൊണ്ട് മാറി. കുറച്ചു കഴിയുമ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ മേടിച്ച് പ്രാർത്ഥിച്ച് അവരെ വിളിച്ചിട്ട് ആ വെള്ളമൊക്കെ കുടിച്ച് എഴുന്നേക്കാൻ പറഞ്ഞു. അതിനുശേഷം ഇന്ന് വരെ അവരുടെ മേലെ ബന്ധനം വന്നിട്ടില്ല. താമസിയാതെ അവർ സ്നാനപ്പെട്ട് ദൈവസഭയിൽ ചേർന്നു. ഹല്ലേലൂയ. നിനക്കൊരു ഒരു അന്ധകാരത്തിന്റെ ഇരിപ്പിടം ഒരാളുടെ കുടുംബത്തിലുണ്ടെന്ന് നീ പറഞ്ഞാൽ അതിനെ നീ എടുത്തു കൊടുക്കണം. എടുത്തു കൊടുക്കാതെ നിന്റെ മുമ്പിൽ വരുന്ന മനുഷ്യനെ ഭയപ്പെടുത്തി വിടരുത്. ഇന്നത്തെ പ്രവാചകന്മാരെല്ലാം അതല്ല ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ മാനസാന്തരപ്പെടണം കേട്ടോ. അനവധി വിശ്വാസികളെ നിങ്ങൾ പാപത്തിലേക്ക് തള്ളിയിടുന്നേ, അനവധി കുടുംബങ്ങളെ നിങ്ങൾ തകർക്കുന്നേ. എട്ടും പൊട്ടും തിരിയത്തില്ലാത്ത കുഞ്ഞിനെ പോലെ എട്ടും പൊട്ടും തിരിയാത്ത സഹോദരിമാര് ദൈവവചനം അറിയാതെ വിവേചനം അറിയാതെ ചെന്ന് ആമി ഭൂതമുണ്ട്, പ്രേതമുണ്ട്, പിശാചുണ്ട്, ദുർമന്ത്രവാദമുണ്ടെന്ന് പറയുമ്പോഴത്തേനും എന്തോ വിക്ടറി ജയവാ പറയുന്നവിടെ. നീ കേൾക്കുന്നത് വിവേചിക്കണം. ഹല്ലേലൂയ. നിന്റെ മേൽ ബന്ധനപ്പെടാൻ അഴിക്കാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലന്മാർ ചെയ്യാത്ത ശുശ്രൂഷ ചെയ്യുമ്പോൾ ഓർത്തോണം, അതിനകത്ത് എന്തോ തരികിടയുണ്ടെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുക. അപ്പൊ നമ്മൾ ദൈവവചനം പറയുന്നത് ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്തെ മനുഷ്യനുമായി ബന്ധപ്പെടും വിധം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളുടെ അകത്തെ മനുഷ്യനുമായി ബന്ധപ്പെടുന്ന വിധത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. അതാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എഫെസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന് 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവൻ വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കണം. പൗലോസിന്റെ പ്രാർത്ഥന എഫെസ്യ സഭയോട് എന്ന് പറഞ്ഞാൽ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസത്താൽ വസിക്കുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ, വിശ്വാസത്താൽ ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് ചിന്തിച്ച നിനക്ക് ഒരു അമന്ത്രവാദം വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് എഫെസ്യ ലേഖനം 3:17 പറയുന്നത്. ഹല്ലേലൂയ. അത് തന്നെയാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോഴും കാണുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, 2 കൊരിന്ത്യർ ലേഖനം, ഹല്ലേലൂയ, വായിച്ച് നമുക്ക് കാണാൻ കഴിയും. 2 കൊരിന്ത്യർ ലേഖനം, ഹല്ലേലൂയ, 13-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ, നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികയും യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ.
നിങ്ങൾ കൊള്ളരുതാത്തവരല്ല എങ്കിൽ, നിങ്ങളുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരണം പ്രാപിച്ചതാണെങ്കിൽ, യേശു ക്രിസ്തുവിനെ നീ രക്ഷകനായും പിതാവും സ്വീകരിച്ചാണെങ്കിൽ, വിശ്വാസത്തിൽ ക്രിസ്തുവിന്റെ ഉള്ളിലുണ്ടെന്നൊരു ബോധ്യം വേണം. ഹല്ലേലൂയ. ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടെന്നൊരു ബോധ്യം വരാത്തത് കൊണ്ടാണ് ഇന്ന് നീ അടിമപ്പെട്ട് കിടക്കുന്നത്. എത്രയോ വിശ്വാസികൾ പെണ്ണുങ്ങളാണ് സഹോദരിമാരെ പ്രവചനത്തിന് അടിമപ്പെട്ട് പ്രവാചകന്മാർക്ക് കീഴ്പ്പെട്ട് കിടക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും 3 ദിവസം ഉപവാസം ഒരു വീട്ടിൽ നടത്തി. വീടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ പറയും. 3 ദിവസം പ്രവാചകൻ ഹല്ലേലൂയ ആ ഭവനത്തിലെ ബന്ധനം അഴിക്കുക. ഒരു ബന്ധനം അഴിഞ്ഞില്ല. അവസാനം പ്രവാചകൻ മടുത്തു കഴിഞ്ഞ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇതാണ് ഇന്നത്തെ ശുശ്രൂഷ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയമാകുന്ന ഭവനത്തിനകത്ത് ക്രിസ്തു ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായാൽ പിന്നെ നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കാവുള്ളൂ. ഹല്ലേലൂയ. ലോകത്തിലുള്ള എല്ലാത്തിനെയും നിങ്ങൾ അനുഗമിച്ചാൽ അത് നിനക്ക് ബന്ധനമായി മാറും. അതുകൊണ്ടാണ് യേശു തന്നെ പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ ഹല്ലേലൂയ തന്നെത്താൻ ത്യജിച്ച് ഹല്ലേലൂയ തന്റെ ക്രൂശിയുടെ തന്നെ അനുഗമിക്കട്ടെ എന്ന്. അതായത് ക്രിസ്തുവിനെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. നിന്റെ മുൻകാല പാപ സ്വഭാവങ്ങളെ മുഴുവൻ നീക്കിക്കളഞ്ഞ് നിന്റെ ഹൃദയത്തിന്റെ കൽപ്പനകളെല്ലാം നിന്റെ ശരീരം അനുസരിക്കുമ്പോൾ, അത് നിന്റെ പാപത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിൽ നീ പൂർണ്ണമായി വിടിവിക്കപ്പെട്ട അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ കർത്താവായ യേശുവിന്റെ രക്തം കൊണ്ട് നീ കഴുകൽ പ്രാപിക്കണം, ശുദ്ധീകരണം പ്രാപിക്കണം, രക്തം ചെയ്യും. അല്ലാതെ ഭൂതമുണ്ട്, പ്രേതമുണ്ട്, നിർബന്ധമുണ്ടെന്ന് പറയുമ്പോൾ നീ ഓടിച്ചു പോകരുത്. അല്ലെങ്കിൽ എന്നോട് ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അവിടെ ഇരിക്കട്ടെ, നമുക്കെന്താ കുഴപ്പം? ഞാൻ വീണ്ടെടുക്കപ്പെട്ട ദൈവരാ. ഞാൻ പാപത്തിന്റെ വശീകരണത്തിൽ വീട് കിടന്ന് ഹൃദയം കൽപ്പിക്കുന്നതെല്ലാം ഞാൻ പാപമായിട്ട് ചെയ്ത് ദൈവമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്നപ്പോൾ അതിൽ നിന്ന് കർത്താവിനെ വിടിച്ച് വേർതിരിച്ച് എന്റെ ഹൃദയത്തെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ സകല ജാഗ്രതയോടും കൂടെ ഞാൻ എന്റെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രവാചകന്മാരുടെ കൈക്ക് കൊണ്ട് തലവെച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ വഞ്ചിക്കപ്പെടരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പറഞ്ഞാൽ ചിലർക്കും കൂടി ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെട്ടില്ലേലും എന്നെ സംബന്ധിച്ചൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. വചനം പറയാതിരിക്കാൻ പറ്റൂ. നിങ്ങളെ വേണേ അനുഗ്രഹിക്കാൻ പറ്റും. അനുഗ്രഹിക്കും. നിങ്ങൾക്ക് നന്മ വരാൻ പോകുന്നു, അക്കൗണ്ടിലേക്ക് പൈസ വരാൻ പോകുന്നു, കടം മാറാൻ പോകുന്നു, ജോലി കിട്ടാൻ പോകുന്നു, വിദേശത്തേക്ക് പോകുന്നു, നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട്, നല്ല ഉയർച്ചയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ പ്രവൃത്തികളെല്ലാം ദൈവം മാറ്റുമെന്നൊക്കെ എനിക്ക് വേണേ അത് തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകാം. പക്ഷെ അതുകൊണ്ട് നീ വിടുവിക്കപ്പെടുന്നില്ല. നീ വിടുവിക്കപ്പെടണമെങ്കിൽ നിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണം. നിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ നീ കാത്തുകൊണ്ടിരിക്കുന്ന പ്രവാചകന് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ജീവിതത്തിന്റെ കുറവുകളെ വെളിപ്പെടുത്തി തന്ന് നീ കടന്നു പോകുന്ന മേഖല നിന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ വിശുദ്ധിയുടെ വചനത്തിന് പ്രാധാന്യം. ഹല്ലേലൂയ. വിശുദ്ധിയിലേക്ക് വരണം കേട്ടോ. രക്തം ചെയ്യും. പാപം നിന്നിൽ വസിക്കരുത്. പാപം വസിക്കുന്ന ജഡമാകരുത്. നിന്റെ പാപത്തിന് അധീനമാകുന്ന ജഡമാകരുത്. പാപം കുടികൊള്ളുന്ന ശരീരമാകരുത്. ആമീൻ. പാപം നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ കിടക്കരുത്. അങ്ങനെ വന്നാൽ അതിന്റെ ആഗ്രഹം നിന്നോടാകും. ഹല്ലേലൂയ. അവിടെ നീ എന്ത് ചെയ്യണം? മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഇത് പകൽ വചനം കേൾക്കുന്ന ശ്രോതാവേ, നീ വീണ്ടെടുക്കപ്പെട്ട ദൈവജന. നിനക്കെതിരെ ഒരു പിശാചിന് നിൽക്കാൻ കഴിയത്തില്ല. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പേരിൽ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളെ ഒരു ദുർഭൂതങ്ങൾക്കും കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ പണ്ടേ തകർന്നു പോയേനെ. പക്ഷെ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. എന്നെ വീണ്ടെടുത്ത ഒരു ദൈവമുണ്ട്. അവൻ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. ഞാൻ കടന്നു പോകുന്ന ദുർഘടമുഖങ്ങളെ കണ്ടുകൊണ്ട് എനിക്ക് മുമ്പിൽ നേരായ വഴിയൊരുക്കുവാൻ യേശുവിനോട് കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവത്തിന്റെ വചനം കേൾക്കണം. ദൈവവചനം നീ വായിക്കണം, രക്തം ചെയ്യണം. ദൈവവചനം വായിച്ച് ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കണം. ഹല്ലേലൂയ. ജീവിതമൊക്കെ എന്ന് പറഞ്ഞ ആരുടെയും വാക്ക് കേട്ട് നീ തകർത്ത് കളയരുത്. ഹല്ലേലൂയ. നിന്റെ ജീവിതം നീ ആയിട്ട് തകർത്ത് കളയരുത്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കൽ ഹല്ലേലൂയ ഒരു പുസ്തകത്തിൽ വായിച്ചത്, ഒരിക്കൽ ഒരു ബാലൻ ഹല്ലേലൂയ ക്രിസ്തുവിനെ പോലെ മഹാവലിയവനും ചെറിയവനും വേറെ ആരുമില്ലെന്ന് പറഞ്ഞു. അവൻ പറയാണ് ക്രിസ്തുവിനെ പോലെ മഹാവലിയവനും ചെറിയവനും വേറെ ആരുമില്ല. അവന്റെ അപ്പൻ ഹല്ലേലൂയ അത് കേട്ടിട്ട്
ചിരിച്ചുകൊണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ചിരിച്ചുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം. അവരോട് പറഞ്ഞു, എന്താണ് നീ അങ്ങനെ പറയാൻ കാരണം? ബാലൻ പറഞ്ഞു, ഒരേ സമയത്തിൽ എപ്രകാരം കർത്താവ് വലിയവനായി ചെറിയവനായും മാറുവാൻ സാധിക്കുമെന്ന് ഞാൻ ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ആ ബാലൻ മറുപടി പറഞ്ഞു, ഹല്ലേലൂയ, യേശു ക്രിസ്തു വാനാദി വാനങ്ങളിൽ ഉൾക്കൊള്ളാത്ത മഹത്വത്തിന്റെ രാജാവാണ്. യേശു ക്രിസ്തു വാനാദി വാനങ്ങളിൽ കൊള്ളാത്ത മഹത്വത്തിന്റെ രാജാവാണ്. ഹല്ലേലൂയ. ആകയാൽ അവൻ മഹാവലിയവനാണ്. അതേസമയം അവൻ ഏറ്റവും ചെറിയ മനുഷ്യന്റെ ചെറിയ ഹൃദയത്തിൽ വസിക്കുന്നവനുമാണ്. അവൻ വനാദി ഗോളങ്ങളിൽ കൊള്ളാത്ത ഒരു ദൈവം, അല്ലെങ്കിൽ ഈ ചെറിയ ബാലന്റെ ചെറിയ ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന് അവന് തോന്നിയപ്പോൾ അവന് വല്ലാത്ത സന്തോഷം. പ്രൈസലോ. അതാണ് അവന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വസിക്കണം. ഹല്ലേലൂയ. അത് കേട്ട് മാതാപിതാക്കൾ, ഹല്ലേലൂയ, വളരെ കുഞ്ഞിനെ അഭിനന്ദിച്ചു. മാതാപിതാക്കൾക്ക് വെളിപ്പെടാത്ത, മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഈ കുഞ്ഞിന്റെ ഹൃദയത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് അപ്പനോടും അമ്മയോടും പറഞ്ഞു, വനാദിഗോളങ്ങളിൽ വസിക്കാൻ കൊള്ളാത്ത ദൈവം എന്റെ ഈ ചെറിയ ഹൃദയത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ സന്തുഷ്ടനാണ്, സന്തോഷവാനാണ്. അവ ഈ കുഞ്ഞിന്റെ സകല ജാഗ്രതയോടും കൂടെ അവരുടെ ഹൃദയത്തെ കാത്തു. പ്രൈസലോ. അങ്ങനെയുള്ള അനവധി തലമുറ ഈ കാലഘട്ടത്തിലുണ്ടല്ലോ. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. പ്രൈസലോ. പാപത്തിനെ തള്ളിയിടരുത്. ലേരിയ. നമുക്കറിയാം, ചില മനുഷ്യരെ പാപം വന്ന് തള്ളിയിടും. ഓടിപ്പോകുന്ന മനുഷ്യനെ ഒരുപാട് പിടിച്ചു തള്ളുമ്പോൾ ആ മനുഷ്യൻ പെട്ടെന്ന് വീഴുന്നത് പോലെ ഈ പാപം നിങ്ങളെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടും. ലേരിയ, രക്തം ചെയ്യും. അങ്ങനെ പാപത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് തള്ളിയിടുമ്പോൾ നീ പാപത്തിനകത്ത് വീട് കിടന്നുരുളാതെ നീ അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ ആ പാപത്തിന് പരിഹാരം വരുത്തണം. ഇന്ന പോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ കരഞ്ഞു കലങ്ങി സങ്കടപ്പെടുന്ന കണ്ണീരിലൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ, ജീവിതത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഒരു നന്മ കാണാൻ കഴിയുന്നില്ല, ഒരു ഉയർച്ചയില്ല, പ്രാർത്ഥിച്ച സകല വിഷയത്തിനും മറുപടിയില്ല. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്, ഞാൻ മാത്രം ഇങ്ങനെ പോകുന്നത് എന്നോർത്ത് നീ വിലപിക്കുകയല്ലേ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ ഹൃദയത്തിനകത്തെ ദുശ്ചിന്തകൾ നീ നീക്കിക്കളയണം. പ്രൈസലോ. നിന്റെ സഹവിശ്വാസിയെ കുറിച്ച്, നിന്റെ സഭയുടെ പാസ്റ്ററെ കുറിച്ച്, നിന്റെ ഭവനത്തിൽ നിന്റെ അമ്മായിയെ കുറിച്ച്, മരുമോളെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച്, നിന്റെ ദേശത്തക്കാരെ കുറിച്ചുള്ള നിന്റെ ഹൃദയത്തിന്റെ ദുശ്ചിന്തകൾ മുഴുവൻ നീക്കിക്കളഞ്ഞ സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്താൽ ദൈവം നിന്നെ അങ്ങ് അനുഗ്രഹിക്കും. നിന്റെ സ്ഥിതികളെ മാറും. നിന്റെ സാഹചര്യങ്ങളെല്ലാം ദൈവം മാറ്റി. എവിടെ നീ തകർന്നോ, എവിടെ നീ പരാജയപ്പെട്ടു, ആ പരാജയത്തിന് നിന്നെ ഉയർത്താൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുമോ? പൗലോസ് എന്ന് പറയുന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് ദമസ്കോസ് കടിക്കൽ വെച്ച് ദൈവിക സന്ദർശനം ഏറ്റ് കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരുപാട് പീഡയിലൂടെ കടന്നുപോയി. ശരിയ. മരണം പലപ്പോഴും തന്നെ മുമ്പിൽ വന്നിട്ടുണ്ട്. മരിച്ചു എന്ന് ഓർത്ത സമയങ്ങളുണ്ട്. അത്രമാത്രം മഹാപീഡനത്തിലൂടെ കടന്നുപോയി. അങ്ങനെ ഫിലിപ്പിയ കാരാഗ്രഹത്തിലെത്തി. കാരാഗ്രഹത്തിലും ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ ഹല്ലേലൂയ, സകല ജാഗ്രതയോടും കൂടെ പൗലോസ് തന്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ഫിലിപ്പിലെ 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിനും മതിയാകും. പ്രൈസ് ദി ലോർഡ്. മാതാപിതാവേ, നിന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ബലപ്പെടുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമുണ്ട്. നിന്റെ ദാരിദ്ര്യം കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അവസ്ഥ ദൈവമുണ്ട്. നിനക്ക് ജോലിയില്ലാതെ ഭാരപ്പെടുകയാണോ? കടക്കണിയിലാണോ? ദുരിതങ്ങളാണോ? മാരകമായ രോഗത്താൽ നിന്റെ ഭവനത്തിൽ ഓരോരുത്തരും വലയുകയാണോ? കടക്കണിയാണോ? വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം മേടിച്ചിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയാതെ സങ്കടപ്പെടുകയാണോ? ഹല്ലേലൂയ. ഇതോടെ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്, സകല ജാഗ്രതയോടും കൂടെ നീ നിന്റെ ഹൃദയത്തെ കാത്ത് ദൈവത്തിലേക്ക് വരുന്നെങ്കിൽ നിന്റെ സകല പ്രശ്നങ്ങളെയും ദൈവം നീക്കി തരും. അതുകൊണ്ടാണ് എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്ത് തരുമെന്ന് നമ്മൾ എഫേസ്യ ലേഖനം 3:19 തോന്നുന്നു വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിനോട് ചേർന്ന് വസിക്കണം. ഈശ്വരോ.
ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ അല്ലെ കർത്താവിനോട് ചേർന്ന് വസിക്കുമ്പോഴാണ് അല്ലെ നിങ്ങൾക്ക് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ദൈവത്തോട് ചേർന്ന് വസിക്കണം. ഞാൻ ആ പറഞ്ഞ വാക്ക് നിങ്ങൾ നോക്കണം കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിൽ വിശ്വസിച്ച് പൂർണ്ണമായി തീർത്ത് തരുമെന്ന് പറഞ്ഞ വചനം നിങ്ങൾ വേദവശം തെരഞ്ഞു നോക്കുക. പ്രൈസലോ പറഞ്ഞ വാക്കി റെഫറൻസും തെറ്റിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പിതാവേ, നിന്നെ ദൈവം കാണുന്നു, ദൈവം നിന്നെ അറിയുന്നു. നിന്റെ സകല കഷ്ടതകളും ആമേൻ ദൈവം നീക്കി തരാൻ വിശ്വസന. നീ കടന്നു പോകുന്ന സകല മേഖലകളിലും നിന്റെ പ്രശ്നങ്ങളെ അറിയുന്നവൻ ദൈവമാ. നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ അറിയുന്നവൻ കർത്താവാ. നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. നിന്നെ മാനിക്കുവാനും നിന്നെ ഉയർത്തുവാനും യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അപ്പൊ ജീവിതം എന്നൊക്കെ പറയുന്നത് നമ്മൾ ക്രിസ്തുവിനോട് കൂടെ നടത്തണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുക, ഹല്ലേലൂയ, നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി വേണം നിൽക്കുവാൻ. നമ്മുടെ ജീവിതം എന്നൊക്കെ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടതായിരിക്കണം. ഹല്ലേലൂയ. വചനം നമുക്ക് ലഭിക്കുമ്പോൾ, വചനം നമുക്ക് കിട്ടുമ്പോൾ ആ വചനത്തിനകത്ത് നിങ്ങൾ നിൽക്കണം. ഫിലിപ്പിലേഖനം 4:19 എന്റെ ദൈവമോ ആമേൻ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് ഞാൻ ആദ്യ എഫേസ്യ ലേഖനം പറഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ മുഴുവൻ തീർക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ ഒരു കോടിക്കണക്കിന് രൂപ ബാധ്യതയുള്ളവരാണെങ്കിൽ തൊടി നേരം കണ്ട് ദൈവത്തിന് തീർത്തു തരാൻ കഴിയും. പക്ഷെ സകല ജാഗ്രതയോടും കൂടി നിങ്ങൾ ഹൃദയത്തെ കാത്തു സൂക്ഷിച്ച് നിങ്ങൾ പൂർണ്ണ വീണ്ടെടുപ്പിന്റെ അനുഭവം പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പൊ സകല ഉണർവുകളുടെയും ഇരിപ്പിടം നമ്മുടെ ഹൃദയമാണ്. സകല ഉണർവിന്റെ ഇരിപ്പിടം നമ്മുടെ ഹൃദയമാണ്. ദുഃഖവും ആനന്ദവും ഉത്കണ്ഠയും തകർന്നു നുറുങ്ങിയ നെടുവീർപ്പുകളും എല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്. അതേസമയം നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ മുഴുവൻ ഇരിപ്പിടവുമാണ് നിങ്ങളുടെ ഹൃദയം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ഇരിപ്പിടമാണ്. ഹല്ലേലൂയ. ആമിശ്രോതം ഗലാത്യലേഖനം 5:18 വായിച്ചാൽ അപ്പോൾ തന്നെ നമ്മുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഇരിപ്പിടമാണ്. രണ്ടും ഒരു മനുഷ്യന്റെ അവസ്ഥിക്കുന്നത്. അതുകൊണ്ടാണ് സകല ജാഗ്രതയോടും കൂടെ നീ ദൈവത്തെ ആമെ അറിഞ്ഞ് നിന്റെ ഹൃദയത്തെ കാക്കണമെന്ന് പറയുന്നത്. സ്തോത്രം. ജീവിതമൊക്കെ ഒന്നാകട്ടോ, രണ്ടാമതൊരു ജീവിതമില്ല. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അതുപോലെ ജ്ഞാനത്തിന്റെ ഇരിപ്പിടവും ഹൃദയം ജ്ഞാനത്തിന്റെ ഇരിപ്പിടവും ഹൃദയം തന്നെ എന്ന് ശലോമോനുള്ള ബന്ധം നമുക്ക് പഠിക്കാൻ കഴിയും. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ സ്തോത്രം 3-ാം അധ്യായം 9 തൊട്ടുള്ള വാക്യം വായിച്ചാൽ ശലോമോൻ ദൈവത്തോട് ചോദിച്ചത്, ഞാനൊരു ബാലനാ, ഈ ജനത്തെ നടത്തുവാനുള്ള ജ്ഞാനവും വിവേകവുമാണ് എനിക്ക് വേണ്ടതെന്ന് ശലോമോൻ ദൈവത്തോട് പറഞ്ഞു. ഹല്ലേലൂയ. അതേപോലെ നമുക്ക് ജ്ഞാനമാണ് വലുത്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിൽ ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവനോട് അടിച്ചതെന്നാൽ നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രുസംഹാരവും ഒന്നും അപേക്ഷിക്കാതെ ഹല്ലേലൂയ ന്യായപ്രമാണത്തിലുള്ള വിവേകം എന്ന കാര്യം നീ ചോദിച്ചതുകൊണ്ട് അതെല്ലാം ഞാനൊക്കെ തരുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ ശലോമോൻ പ്രാർത്ഥിച്ചവരെ പറഞ്ഞു, ഈ നമുക്ക് കുറച്ച് പണത്തിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കില്ല. അതൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ പറയുന്നില്ല, പ്രാർത്ഥിക്കണം. പക്ഷെ നമുക്ക് വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വിവേകവും ജ്ഞാനവും നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കഷ്ടങ്ങളും മാറും. ശലോമോൻ അതാണ് ചോദിച്ചത്. അപ്പം നിങ്ങളുടെ ഹൃദയം മനസ്സാക്ഷിയുടെ ഇരിപ്പിടമാണ്. ഞാൻ മുമ്പേ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം പാപത്തിന്റെ ഇരിപ്പിടമാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം അനുഗ്രഹത്തിന്റെ ഇരിപ്പിടമാണ്. നിങ്ങളുടെ ഹൃദയം മനസ്സാക്ഷിയുടെ ഇരിപ്പിടമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം ലേഖനം 10:22 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നാം ദുർമനസ്സാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരണം. പ്രൈസലോർഡ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ ദുർമനസ്സാക്ഷി മുഴുവൻ മാറണം. ചില ആളുകളോട് സംസാരിക്കുക അവരുടെ മനസ്സിൽ നിന്ന് വരുന്നത് കേട്ടാൽ നമ്മൾ ഓടിപ്പോകും. ദുർമനസ്സാക്ഷി
സ്വന്തം അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും സഹവിശ്വാസികളെക്കുറിച്ചും ദൈവദാസനെക്കുറിച്ചും ഒക്കെ പറയുന്നത് കേട്ടാൽ, അവൻ ദുർമനസാക്ഷിയുടെ ഈ ഇരിപ്പിടം നിങ്ങളുടെ ഹൃദയമായി കഴിഞ്ഞാൽ നിനക്കൊരിക്കലും ഉയരാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദുർമനസാക്ഷി നീക്കി പരമാർത്ഥ ഹൃദയത്തോടെ നീ ദൈവത്തിലേക്ക് വരണം. പ്രൈസലോ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയത്തെ ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് കാത്തുകൊള്ളണം. നിങ്ങളുടെ ഹൃദയത്തെ കർത്താവായ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കണം. നിങ്ങൾ കർത്താവോട് ഏറ്റുപറയാം. അല്ലേ? ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആ പൂർണ്ണത എപ്പോഴും വസിക്കണം. സ്തോത്രം. അല്ലെങ്കിൽ അതുകൊണ്ടാണ് യേശുദൻ ഗിരിപ്രഭാഷണം പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പൊ ഹൃദയശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയുള്ളൂ. ലേലുയ. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ആമേൻ. സ്തോത്ര. സദൃശവാക്യം 4-23 വാക്യം. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിന്നലുവോ ആകുന്നത്. അതെ, നിന്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റി കർത്താവിനെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ അവസ്ഥകളും മാറ്റുവാൻ നീ ആഗ്രഹിക്കുകയാണ്. നീ കടന്നു പോകുന്ന കൊടിയ വേദനകളെ മാറ്റി കർത്താവ് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ ശോധനകളെല്ലാം മാറ്റി ഒരു ഉണർവിന്റെ ഉയർച്ചയുടെ അനുഭവം ദൈവം നിനക്ക് തരാൻ ആഗ്രഹിക്കുക. ചില നന്മയുടെ വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. നിന്റെ ഹൃദയത്തിലെ ദുർമനസാക്ഷി ദുശ്ചന്തകൾ മുഴുവൻ മാറ്റണം. മാറ്റി യേശുവിന്റെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവ് അനുഗ്രഹിക്കും. കടകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തെ 3 കോടി ജനങ്ങൾ തലമുറ എണ്ണത്തിൽപ്പെടാതെ അന്യസ്ഥാനത്തുള്ള ആളുകൾ 245 കോടി ജനം തലമുറ എണ്ണത്തിൽപ്പെടാതെ 7 ഭൂഖണ്ഡങ്ങളായി 800 കോടിയിലധികം ജനത്തിനായി തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവരെ കർത്താവിയ രാജ്യരാഷ്ട്ര തലവന്മാർ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. ലേറിയ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിലോട്ട് കോട്ടാനത്ത് വരെ പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ശൈശവത്തിൽ ബാല്യത കൗമാരി യൗവനത്തിൽ വാർത്തകൾ ജ്ഞാനപ്പെടുത്തൽ അശമ യാചക ഓർഫനേജ് ഹോട്ടലിൽ തറവറയിലായിരിക്കുന്ന കഷ്ടതയുടെ പ്രതിസന്ധിയുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ കടന്നു പോകുന്ന വേദനയുടെ രോഗത്തിന്റെ തന്നെ കടന്നു പോകുന്ന പാപത്തിനും ശാപത്തിനും അമ്മയും വിവിധ കാരണങ്ങളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ കഷ്ടം സഹിക്കുന്ന അനവധി ആളുകളെ ഇതുവരെ ദൈവങ്ങളിൽ ഇവിടെ ഹൃദയത്തിന്റെ ദുച്ഛതകൾ മാറ്റി ദുർബലസാക്ഷി നീക്കി പരമാർത്ഥ ഹൃദയത്തോടെ ക്രിസ്തുവിന്റെ അരികിലേക്ക് കടന്നു വന്ന് അവരുടെ കഷ്ടതയിൽ സന്തോഷിപ്പാൻ ഒരുക്കണമേ. കർത്താവിന്റെ സഭയ്ക്ക് ദൈവമക്കൾ ദൈവദാസന്മാർക്കായി വിദേശ രാജ്യങ്ങളിൽ കഷ്ടത അനവധി ആളുകളുണ്ട്. കടക്കണിയാൽ കടന്നുപോകുന്ന ഭാരമില്ലാത്തവർ, തലമുറയില്ലാത്തവർ, കുടുംബജീവിതം തകർന്ന് ഛിന്ന ഭിന്നമായിരിക്കുന്നവർ, കടക്കണിയാൽ കടന്നു ബിസിനസ് പരാജയപ്പെട്ട് ജോലി നഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മാരകമായ രോഗങ്ങൾക്കെതിരെ കിടക്കുന്ന അനവധി ആളുകളെ ഇതുപോലെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുവാൻ ജീവന്റെ ആ ഉത്ഭവം അതിന്നല്ലോ ആകുന്ന വചനം വായിക്കുന്നവരെ ആ അനുഭവത്തിലേക്ക് ജനം കടന്നിരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശു ക്രിസ്തുവിന്റെ വിധിയേറെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.